അനുമോളെ ചീത്ത പറഞ്ഞ് ഇപ്പോൾ പുള്ളിക്കാർത്തിയുടെ സ്വന്തം സ്വഭാവം വെളിയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശൈത്യയുടെ ഒരു കള്ളത്തരം കയ്യോടെ പൊക്കുന്നുണ്ട് നെവിൻ. ഇവരെല്ലാവരോടും എന്ന് സംസാരിക്കുന്നിടത്ത് കാമാക്ഷി എന്ന് പേര് വിളിക്കുകയാണ് രേണുവിനെ. സത്യത്തിൽ രേണു അല്ല ആ വിളിക്ക് അർഹ. അവിടെ ഇരിക്കുന്ന അവൾ തന്നെയാണ്. ആരാന്നറിയുമോ? ശൈത്യ, കാമയക്ഷി, അവൾ തന്നെയാണത്. ഒന്നും മാറണ്ട. പ്രശ്നം എന്താണെന്നറിയാമോ? ഇവൾ പോയിട്ട് സീസൺ കണ്ടിരിക്കാം. ഒന്നാമത്തെ കാര്യം, ഒരേ PR കൊടുക്കുന്നു, ഒരേ ലെവൽ പേയ്മെന്റ് കൊടുക്കുന്നു, പക്ഷേ കൂടുതൽ അക്സെപ്റ്റൻസ് അനുമോൾക്ക് കിട്ടുന്നു. സൗന്ദര്യം ഭയങ്കരമാണെന്ന് ധരിച്ച് 1 ലക്ഷം രൂപ ചെലവാക്കി തുണിമണികൾ വാങ്ങിച്ച് അതിനകത്ത് വന്ന് തള്ളിക്കയറുന്നു. ഇത്ര ദിവസം 36 ദിവസമേ നിൽക്കാൻ പറ്റിയുള്ളൂ. ഫ്രസ്ട്രേഷൻ, നിരാശ, കുശുമ്പ്, അസൂയ, ഇതൊക്കെ വർക്കൗട്ട് ആകുന്നു. ഇതിൻ്റെയൊക്കെ പാരമ്യതയിൽ മറ്റൊരു പ്രശ്നം അവിടെയുണ്ട് ഗൈസ്. ആര്യൻ്റെ ചേട്ടനുമായിട്ട് പുള്ളിക്കാരത്തേക്ക് ഒരു ക്രഷ്. ആ ക്രഷ് തുറന്നങ്ങോട്ട് പറയുകയാണ് പുള്ളി അവിടെ ഇരുന്നുകൊണ്ട്. എന്നിട്ട് എല്ലാവരും അയ്യോ അയ്യോ നോക്കൂ എന്നെ പറിച്ച് ഇവർ കളിയാക്കുന്നു, നോക്കൂ വരൂ എല്ലാവരും വരൂ. മോളെ, ചന്ദ്രനെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരുന്നു, ഇപ്പം കിട്ടും. ആ ചെറുക്ക് എനിക്ക് താല്പര്യമുള്ളത് അനുവിൻ്റെ അടുത്തായിരുന്നു. അത് അയാൾ വന്ന് പ്രകടിപ്പിച്ചിട്ട് പോവുകയും ചെയ്തിരുന്നു. അനുവിനോട് നല്ല കെയർ കാണിച്ചിട്ടാണ് ആര്യൻ്റെ അമ്മ പോയത്. കാരണം അവർ പുറത്തുനിന്ന് മനസ്സിലാക്കിയതാണ്. ഒരുപക്ഷെ ആര്യൻ വിന്നറാവുമായിരുന്നു, അനുമോള് സെക്കൻഡും വരുമായിരുന്നു. ആര്യൻ അനുമോളെ നോക്കി സൗമ്യമായി നിന്നിരുന്നെങ്കിൽ, ആര്യൻ പോയി അക്ബറിൻ്റെ ആ ചതിയിൽ, ആ ചുഴിയിൽ പോയി പെടാതിരുന്നിരുന്നെങ്കിൽ അവൾ തന്നെയായിരുന്നേനെ ജയിച്ചേനെ ആര്യനും. നമുക്ക് നല്ല ഒരു നയന മനോഹരമായൊരു പ്രണയകാവ്യം കാണുകയും ചെയ്യാമായിരുന്നു. ഏത് മറ്റേതില്ലേ നമ്മുടെ പേളി മാണി, ആ ലെവലിൽ ഒരെണ്ണം കാണാൻ പറ്റുമായിരുന്നു. അതൊക്കെ നശിപ്പിച്ചത് അക്ബറാണ്. ആര്യനെ ചവിട്ടി പിടിച്ച് കൂടെ പിടിച്ചു. ആൻഡ് അവനെ സ്ക്രൂ കയറ്റി ജിസേലിലേക്ക് കൊണ്ടു കൊടുത്തു. ആ ജിസേൽ ശരിക്കും അങ്ങോട്ട് ഉപയോഗിച്ചു. എനിക്ക് ജിസേലിനെ കാണുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, അത്യാവശ്യം 5-10 കിട്ടുന്ന പീസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ എന്ത് ജെന്യൂനിറ്റി ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ക്യാരക്ടറോ കരിയറിനെ പറ്റിയോ ഒരു ബോധറോ ഇല്ലാതെ കുറേ മേക്കപ്പും മാത്രം വാരി ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേക സാധനം. നമുക്ക് അതിലേക്കൊന്നും പോകണ്ട, ശൈത്യയിലേക്ക് വരാം. ശൈത്യയുമായിട്ട് നവീൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവളെ പ്രേമവൈശിയെന്നോ പ്രേമാക്ഷിയെന്നോ കാമാക്ഷിയെന്നോ ഒക്കെ പറയുന്നുണ്ട്. കാമാക്ഷി നല്ല പേരാ, കാമയക്ഷി എന്ന് വേണം പറയാം. കാമപ്രാന്ത് മൂത്ത് ഭ്രാന്തായതാ പെണ്ണിന്. സമയത്ത് കെട്ടിച്ചു കൊടുക്കാത്ത കുത്തിക്കഴപ്പെന്നൊക്കെ ആരോ അനുമോൾക്ക് കമൻ്റ് ഇട്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ ആ കമൻ്റ് ഇടേണ്ടത് ഇവക്കാണ്. എൻ്റെ പൊന്നു തള്ളെ, മോളെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കാൻ നോക്കും. മോളെ സമയത്ത് കെട്ടിച്ചില്ലെങ്കിൽ ഇതുപോലെ കഴപ്പും കാണിച്ചുകൊണ്ട് നടക്കും നാട്ടുകാരുടെ അടുത്തൊക്കെ. കൊച്ചിൻ്റെ അടുത്ത് ഈ സാധാരണ ഒരു സംഭാഷണമാണ് എന്നുള്ള രീതി നമുക്ക് തോന്നും. നാണവും കൊഞ്ചലും ഒന്നും പറയണ്ട, എന്തുവാ അങ്ങ് സന്തോഷം കളരിയാ തള്ളക്ക്. സഹിക്കാൻ പറ്റുന്നില്ല ശൈത്യക്ക്. അപ്പോൾ ചുമ്മാ പറയണത് പുറമേനിക്ക് പറയുന്നുണ്ട്. അപ്പോൾ എടുത്താക്കില്ല നവീൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ടോ? ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അവൻ ഫോളോ ചെയ്യുന്നില്ല, ഇവള് ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ കാര്യം പിടികിട്ടിയില്ലേ? ഇവള് ഇൻസ്റ്റാഗ്രാമിൽ പോയി പുള്ളിയെ നോക്കിയിരിക്കുന്നു, പുള്ളിയെ ഫോളോ ചെയ്തിരിക്കുന്നു, നോക്കി വെള്ളം ഇറക്കാറുണ്ട്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി ഇത് വെച്ചിട്ടുണ്ടോയെന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് അതിലെ കൂടെ ആര്യൻ ഇങ്ങനെ പാസ്സാവുന്നത്. ആര്യൻ പക്ഷെ തമാശയാണ് പറയുന്നതെങ്കിലും ആര്യനോട് ചോദിക്കുകയാണ്, നിനക്ക് കിട്ടിയ നെക്ലസ് എനിക്ക് തരുമോ? ഞാൻ നിൻ്റെ ചടതിയമ്മയായിട്ട് വരാമെന്ന് ആ ഒരു ടോണിൽ സംസാരിക്കുക. എന്നിട്ട് അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇനി അനിയത്തിമാർ വല്ലതും ഉണ്ടെന്ന്. എവിടെ? ഇതുപോലൊരു പീസ് ഉണ്ടാക്കാനേ അവർ മെനക്കെട്ടുള്ളൂ. കാരണം ചോറ് കൊടുക്കണേ, പഠിപ്പിക്കണേ, കഷ്ടപ്പെടണേ, ജോലിക്കും കൂലിക്കും പോകാൻ വയ്യാത്ത തന്തയും തള്ളയും ഈ സാധനത്തിനെ വളർത്തിയത് മുഴുക വിഷം കൊടുത്തിട്ടാ. അതാണ് ആ തല നിറച്ച് വിഷം കയറിയിരിക്കുന്നത്. ഏതായാലും കൊള്ളാം. ആര്യനതൊട്ടും ഇഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചേട്ടൻ പാവം, ചേട്ടൻ്റെ ഇത് കൊടുക്കത്തില്ല എന്നുള്ളതാണ്. സാബുമോനെ വെച്ചാണ് ഒരു സംസാരം നടന്നിട്ടുണ്ടായിരുന്നത് അവിടെ. സാബുമോനുമായിട്ടുള്ളൊരു പ്രണയം എന്നാണ് പറഞ്ഞത്. സാബുമോൻ്റെ അടുത്ത് ഒരു പ്രപ്പോസൽ, സാബുമോന് ബേസ് ചെയ്തിട്ട് നെവിൻ കളിയാക്കിയ പ്രപ്പോസൽ ആണെങ്കിൽ പോലും സാബുമാൻ അവൾക്ക് വേണ്ട. സാബുമാൻ വേറൊരു കാര്യവും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ചേട്ടനെ ഇവിടെ കൊണ്ടുവരത്തില്ല, ഇവിടെ കൊണ്ടുവന്ന ഇതാണ് പ്രശ്നം. അതായത് ആര്യൻ്റെ ചേട്ടനെ ഇവൾ കറക്കിയതുപോലെ എൻ്റെ ചേട്ടനെ കറക്കുമെന്ന്. ആ ശൈത്യ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് സാബുമോൻ കൊടുക്കുന്ന ഉത്തരവും ആപ്റ്റായിരുന്നു. ശൈത്യ ചോദിക്കുകയാണ്, അത്ര വിശ്വാസം ഇല്ലടാ നിനക്ക് എന്നെ? എനിക്ക് നിന്നെ വിശ്വാസമൊന്നുമില്ല, പക്ഷേ എൻ്റെ ചേട്ടൻ എനിക്ക് വിശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ അവൻ പിഴച്ചൊന്നും പോകത്തില്ല, ഈ പിഴച്ചതിനെ കണ്ട അവർക്കൊന്നും തോന്നത്തില്ലെന്ന്. അപ്പോൾ സാബുമോനോട് ക്രഷ് എന്ന് പറഞ്ഞ അവള് പയ്യെ മാറി അപ്പുറത്ത് ക്രഷായി. ഈ വിഷയം അനുമോൾ അറിഞ്ഞാലും മിണ്ടാതിരുന്ന് കേൾക്കുന്നതിനപ്പുറം, എടി നീ അവൻ്റെ ജീവിതം തകർത്തില്ലടി, എടി നീ ഇവൻ്റെ ജീവിതം തകർത്തില്ലടി, ഇവനെ നീ അങ്ങനെ പ്രേമിച്ചില്ലടി, നീ ഇവൻ്റെ കൂടെ ലവി പറഞ്ഞില്ലടി, നീ അങ്ങനെ ചെയ്തില്ലടി, ഇങ്ങനെ ചെയ്തൊന്നും അവൾ ചെയ്യാൻ പോകാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത കാര്യം നെവിൻ എടുത്ത് ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തി അബദ്ധത്തിൽ പറയുന്നത്, അബദ്ധത്തിൽ പറഞ്ഞാണോ അങ്ങനെ ഒരു ഡിസ്കഷൻ വരാൻ വേണ്ടി പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. പുറത്തേക്ക് പോകുന്നത് ആര്യൻ്റെ ചേട്ടനുമായിട്ട് ശൈത്യയ്ക്ക് പ്രണയം ഇതായിരിക്കും. ഞാൻ ക്യാപ്ഷൻ അങ്ങനെ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ല പ്രണയം നടക്കട്ടെ, കൊടുമ്പരിയുള്ളട്ടെ, മോളെ കൊണ്ട് കയറ് ചെല്ല്,
പക്ഷെ അവരെടുക്കത്തില്ല. ആ വീട്ടിലേക്ക് പോയി കയറാനുള്ള യോഗ്യതയൊന്നുമില്ല. ആ വീട്ടിലേക്കെന്നല്ല, നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നവർ കൂട്ടുകുടുംബത്തിൽ കൊണ്ടുപോകരുത്. ഒറ്റ മോനെ കെട്ടിക്കൊണ്ട് വരിക, അമ്മ പിറ്റേന്ന് തന്നെ കയറി തൂങ്ങി ചത്ത് കളയുക. കാരണം ഇവളാണെങ്കിൽ നല്ലതായിരിക്കും, സൂപ്പർ, അല്ല ബെസ്റ്റ് പെണ്ണ്. പക്ഷേ ഇവക്ക് പറയാം, ഇവക്ക് അവനെ ചേർത്ത് പറയാം, ഇവനെ ചേർത്ത് പറയാം, അവനെ കളിയാക്കാം, സാബുമാൻ്റെ അടുത്ത് ക്രഷ് എന്ന് പറഞ്ഞ് സാബുമാൻ്റെ ജീവിതം നശിപ്പിക്കാം. പക്ഷേ അനുമോൾക്ക് പറ്റത്തില്ല. പിന്നെ വാരി കൊടുക്കുകയാണ് അതിൽ ചേച്ചി, ഈ കുഞ്ഞു വാരി ഉണ്ടാക്കി കൊടുക്കേണ്ടടി. ഇതുപോലെ ഇതിനേക്കാൾ കെയർഫുള്ളായിട്ട് നോക്കിയ പെണ്ണിൻ്റെ അണ്ണാക്കി കൊടുത്തിട്ടിരിക്കുന്ന എവളാ, നീ തൂക്കി തലയിൽ പോയി, നിനക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തോ അങ്ങനെ ക്രഷടിച്ച് നെവീൻ മാത്രം അത് പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് പറയുന്നുണ്ട്, നോക്കൂ എല്ലാവരും എന്നെ ഒന്നൊന്ന് രക്ഷിക്കൂ. പിന്നെ ഇവള് കിണറ്റി വീണ് കിടക്കുകയല്ലേ ആളുകൾ വന്ന് രക്ഷിക്കാനായിട്ട്. എന്നെപ്പറ്റി എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ എല്ലാവരും കൂടെ വരും, എന്താന്ന് ചോദിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണോ? ആണോ? അയ്യോ ശൈത്യക്ക് അങ്ങനെ ഒരു പ്രണയമുണ്ടോ? എങ്ങനെയെങ്കിലും ആര്യൻ്റെ ചേട്ടൻ്റെ ചെവിയിലേക്ക് അത് എത്തും. ഉടനെ ആര്യൻ്റെ ചേട്ടൻ പ്രണയാതുരനായി വന്നിട്ട് ഈ കക്കാമോളെ കെട്ടിക്കൊണ്ട് പോകും. ഞങ്ങൾ ചൊക്കാക്കുമാനിങ്ങ തള്ളേ നന്ദേ വെള്ളമിറക്കി ഇവിടെ ഇരുന്ന മോളിപ്പോൾ കൊണ്ടുവന്ന് മറിക്കും. അസാധ്യ തൊലിക്കട്ടി, സമ്മതിക്കാതെ പാടില്ല. ഇങ്ങനെ ഒരു സാധനം അയലത്ത് നിന്നെ ഒരു മനുഷ്യൻ അടുപ്പിക്കത്തില്ല. നീ നോക്കിക്കോ, നീ എഴുതി വെച്ചോ, നീ അത്ര വലിയ തെറ്റാണ് നീ അതിനകത്തൊന്ന് കാണിച്ചിരിക്കുന്നത്. ശൈത്യക്ക് എന്തോ പ്രിവിലേജ് ഉണ്ട്. ശൈത്യ പറയണതൊക്കെ സത്യം, അനുമോൾ പറയണതൊക്കെ കുഴപ്പം. പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. വെരി ഗുഡ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ലൈവ് അപ്ഡേറ്റ്സ് ആണ്. ഞാൻ പോയി ലൈവ് കാണണ്ടേ? കണ്ടാലേ വല്ല പറയാൻ പറ്റൂ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഹൈപ്പ് തരണേ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ്.